അപകടം നടന്നു കഴിഞ്ഞാൽ, ഒരു ദുരന്തം സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് സ്നേഹമനുഷ്യരുടെ ഹൃദയസ്പർശമേറുന്ന സ്നേഹകരങ്ങൾ ഈ നാട്ടിൽ അവതരിക്കും. പക്ഷേ അപകടം നടക്കുമെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അതറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന പ്രമുഖ വിഭാഗം ഈ നാട്ടിലുണ്ട്. പതിനായിരക്കണക്കിന് മനുഷ്യർ അത്തരത്തിലുണ്ട്. കണ്ണും കാതും കൂർപ്പിച്ച് ആ അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഇതൊന്നും അറിയാത്ത ഒരുപാട് മനുഷ്യർ അപകടം നടന്നതിന് ശേഷം ഒന്ന് സഹായിക്കും, കേരളത്തിൻ്റെ മഹിമ പറയും, എല്ലാം നല്ലതാണ്. പക്ഷേ നടക്കുന്നതിനേക്കാൾ നല്ലത് അത് തടയുന്നതാണ് എന്ന പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളവരും അതറിഞ്ഞവരും മിണ്ടാതിരിപ്പാണ്. ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ, ഒരു പരാതിയില്ല. ഇനി വേറൊരു കാര്യം, ഇവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാഫിയയുടെ ഭാഗം കൂടെയാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്താണെങ്കിൽ അതിന് പേര് റിയൽ എസ്റ്റേറ്റ് മാഫിയ, മെഡിക്കൽ രംഗത്താണെങ്കിൽ അതിന് പേര് മെഡിക്കൽ മാഫിയ, ഇനി ലഹരി സംഘങ്ങൾക്കാണ് അതിന് പേരെങ്കിൽ നമ്മൾ പറയും അത് ലഹരി മാഫിയ. അങ്ങനെ എല്ലാ മേഖലയിലും ഇവർക്ക് മാഫിയ തലത്തിൽ വൻ ബന്ധങ്ങൾ ഉണ്ടാവും. ഇവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. കുറേ ആൾ മരിക്കും, പക്ഷെ ഇവർ വളരും. അതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ്. ഈ ടീംസ് വളരെ ഇവർ നശിക്കില്ല. കാരണം എന്താ? പണത്തിന് ആർത്തിമുക്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം ഇവർക്ക് വളരാൻ എല്ലാവിധ സാഹചര്യവും ഉണ്ടാവും. വളരട്ടെ.